ചന്ത കാണാൻ പോവുകയാണ്. അച്ഛൻ പോയിണ്ടോ ചന്ത? എനിക്ക് മുമ്പ് കൂടെ പോയിട്ടുണ്ട്, ചന്തയിലേക്കൊന്നും പോയിട്ടില്ല. ഇതിപ്പോ വ്യാഴാഴ്ചകളിൽ മാത്രമാണ് ഈ ചന്ത. വ്യാഴാഴ്ച എല്ലാ ചന്തയും വ്യാഴാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? കാലിച്ചന്തയാണ് ഇത്. ഇതിന്റെ പ്രാധാന്യം അതാ, കാലിച്ചന്ത ആയതുകൊണ്ട്. പിന്നെ വേലന്താവളത്തായിരുന്നു പണ്ട്, വേലന്താവളം ചന്ത. വേലന്താവളം മറ്റേ പാലക്കാട് ബോർഡറിൽ. പാലക്കാട് ജില്ലയിൽ നിന്ന് തന്നെ സംസ്ഥാനത്തിലെ തന്നെ ഏറ്റവും വലിയ കന്നുകാലി ചന്തകളിലൊന്നാണ്. ഇവിടുന്നാണ് മലപ്പുറം, പിന്നെ നമ്മുടെ തൃശ്ശൂർ ആ ഭാഗത്തൊക്കെ കുരുക്കളെ കൊണ്ടുപോകുന്നുണ്ട്. കൂടുതൽ മുസ്ലിംസിനാണല്ലോ ഇതിന്റെ മീറ്റിന്റെ ഒക്കെ ആവശ്യം. അതെ അതെ, അവിടെയാണ് കൂടുതൽ ഇത് ഡെയിലി ചെയ്യുന്ന ആൾക്കാർ. നമ്മുടെ ആൾക്കാർ കഴിക്കില്ല എന്നല്ല കേട്ടോ. ഇപ്പൊ അങ്ങനെ കേട്ടെടുത്തപ്പോ മുസ്ലിംസ് മാത്രം കഴിക്കുന്നു പറയണ്ട. അല്ല, പഴയ കാലത്തൊക്കെ പണ്ടൊക്കെ കൂടുതലും അവരാണിത് ഡീൽ ചെയ്തിരുന്നത്. നമ്മുടെ ഹിന്ദുക്കളൊന്നും പിന്നെ ഇത്രമാത്രം പുറത്തിറച്ചിയൊന്നും കിട്ടുന്നൊരവസ്ഥയൊന്നും അന്നില്ലല്ലോ. പൊതുവേ ഒരു ഹോളിഡേ മൂഡാണ്. രാവിലെ ഒന്നും കാര്യമായിട്ട് വണ്ടിയുടെ ഭാഗത്തൊന്നും ആരും കാണാനില്ല. ഇനിയാണ് നമ്മൾ ഏറ്റവും ദുർഘടം പിടിച്ച പാതകളിലൂടെ പോകാൻ പോകുന്നത്. എനിക്കറിയത്തില്ല പാലക്കാട് സംസ്ഥാനത്ത് ഇങ്ങനത്തെ റോഡുണ്ടോ എന്നറിയില്ല. എന്തായാലും പാലക്കാട് ജില്ലയിലെ വൺ ഓഫ് ദ വേഴ്സ്റ്റ് റോഡാണ് നിങ്ങളുടെ ഈ വാടാനംകുറിശ്ശി. കാലാകാലങ്ങളായിട്ട് ഇത് കൂടെ യാത്ര ചെയ്യുന്ന ഒരുവിധപ്പെട്ടവർക്കൊക്കെ ഈ ദുരിതത്തിനെ കുറിച്ച് അറിയാം. ഇതിപ്പോ മറ്റേ പിണറായിയുടെ ആദ്യ സർക്കാർ വന്നപ്പോ തുടങ്ങിയ പാലം പണിയാ. അതെ, എന്തായാലും അതിവേഗം എന്നാണ് അവര് പറയുന്നത്. ഇത്രയും മാറ്റം വേറൊരിടത്തും കാണാൻ പറ്റില്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. പിന്നെ എന്നാലും കൂടെ പറഞ്ഞു, അപ്പോൾ എന്തൊരു മാറ്റമാണ് കേരളത്തിൽ സംഭവിച്ചത്. ഇതാണ് ആ മാറ്റങ്ങളിലെ പ്രകടമായ ഒന്ന്. മിക്ക ദിവസങ്ങളിലും ഇതിലൂടെ വാഹനം ഓടിക്കുന്ന നമ്മുടെ വാഹനങ്ങളുടെയും നമ്മുടെ ശരീരത്തിൻ്റെയൊക്കെ അവസ്ഥ ഒന്ന് പറയാതിരിക്കുക നല്ലത്. കുറച്ചു കാലം മുമ്പ് വരെ രണ്ട് സൈഡിൽ നിന്നുള്ള വണ്ടികളും ഇതിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 2 മാസം മുമ്പ് മറ്റോ ഓപ്പോസിറ്റ് സൈഡിൽ വേറൊരു ബൈ റോഡ് പണിതിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പട്ടാമ്പി ഗുരുവായൂർ ഭാഗങ്ങളിലേക്ക് പോകുന്ന വണ്ടികളൊക്കെ അതിലൂടെ പോകും. ഇനിയിപ്പോൾ മഴക്കാലം കൂടി ആയിക്കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ അവസ്ഥ ആലോചിക്കാൻ വയ്യ. വാടാനംകുറിശ്ശിയിലെ ജനങ്ങൾ കാലാകാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഈ മേൽപ്പാലത്തിൻ്റെ പണിയൊന്ന് കഴിഞ്ഞ് ഇതിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇനി അങ്ങോട്ട് നല്ല റോഡാണ്. ഇത് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പാലിറ്റിയുടെ സ്റ്റേറ്റ് ഹൈവേ തന്നെയാണ്. ഇപ്പൊ അവര് പേര് മാറ്റിയിട്ട് പിന്നെ IPT നീള റോഡ് എന്ന് പറഞ്ഞിട്ട് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്യുന്ന എന്തൊക്കെയോ തിരക്കിടെയാണ്. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് റോഡ് നന്നാക്കിയിട്ടുണ്ട്. അതുപോലെ പട്ടാമ്പി ഭാഗത്ത് ആകെ 10 കിലോമീറ്റർ റോഡാണ്. അതാണ് ഇപ്പൊ ഈ പറഞ്ഞിട്ട് ഇവരിങ്ങനെ ചെയ്യണത്. ഞാൻ പണ്ട് TRK സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ടീച്ചർമാരുടെയൊക്കെ സ്ഥിരം ഡയലോഗാണ് ഈ മറ്റേ ക്ലാസ്സിൽ ഒച്ചിട്ട് കഴിഞ്ഞാലേ നിങ്ങൾ പറയണത് ഞങ്ങളുടെ ചന്ത വരെ കേൾക്കാന്ന്. കാരണം ഞങ്ങൾ പഠിച്ചിരുന്ന സ്കൂളും ഈ ചന്തയും തമ്മിൽ 1 കിലോമീറ്റർ വ്യത്യാസമൊക്കെ ഉള്ളൂ. ഇപ്പൊ മുതലേ ഈ ചന്ത എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ വ്യാഴാഴ്ചകളിൽ നമ്മൾ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ കന്നുകാലിനൊക്കെ കൊണ്ടുപോകണമെന്ന് കാണാം. ഇവൻ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ചന്ത എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മുടെ പാർക്കിങ് കിട്ടിയത് ഏതാണ്ട് ചന്തയിൽ നിന്നൊരു 500 മീറ്ററൊക്കെ മാറിയിട്ടാണ് വണ്ടി നിർത്താനുള്ള ഒരു സ്പോട്ട് കിട്ടിയത്. കാരണം ഫുള്ള് വണ്ടികളാണ് ഇവിടെ, മൊത്തം കന്നുകാലികളെ കൊണ്ടുവന്ന വണ്ടികളും അതുപോലെ തന്നെ ഇതൊക്കെ കാണാൻ വന്നതും പിന്നെ വാങ്ങാൻ വന്നവരുടെ വണ്ടികളൊക്കെ ആയിട്ട് ഫുള്ള് കൺജഷനായിരുന്നു റോഡിൽ. അങ്ങനെ നമ്മൾ പാലക്കാട് ജില്ലയിൽ നിന്നല്ല, ഈ കേരള സംസ്ഥാനത്തിലെ തന്നെ ഏറ്റവും വലിയ കന്നുകാലി ചന്തയായിട്ടുള്ള വാണിയംകുളം ചന്തയിലെത്തിയിട്ടുണ്ട്. ചന്തയോട് ചേർന്നുള്ള ഗ്രൗണ്ട് ഫുള്ള് ലോറികളും കാറുകളൊക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുകയാണ്. സമയം രാവിലെ 7:15 ആയിട്ടുള്ളൂ എന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ ചന്ത നടക്കുന്ന ആ പറമ്പിലേക്ക് നമ്മളങ്ങ് കയറി മൂരിക്കുട്ടന്മാരെയും കാളക്കൂട്ടന്മാരെയും പശുക്കളെയും പോത്തിനെയൊക്കെ കാണാം. ക്യാമറയും പിടിച്ച് ഞാൻ നടക്കുമ്പോഴേ ആളുകൾ എന്തോ ഭയങ്കര രൂക്ഷഭാവത്തോടു കൂടി എന്നെ നോക്കുന്നത്. എനിക്ക് പിന്നെ ഇതൊക്കെ ശീലമാണേ. എല്ലാ ആഴ്ചകളിലും വ്യാഴാഴ്ച ദിവസമാണ് ഈ ചന്തയിലെ കന്നുകാലി വ്യാപാരം നടക്കുന്നത്.
അതുപോലെ ആടുകളുടെയൊക്കെ വ്യാപാരം നടക്കുന്നത് എല്ലാ ബുധനാഴ്ചകളിലുമാണ് കേട്ടോ. എന്നാൽ പിന്നെ വന്ന കാര്യത്തിലേക്ക് കിടക്കാം. നമുക്കൊരു കാളക്കുട്ടനെ അങ്ങോട്ട് വാങ്ങണം. വില എത്രയായാലും ഒരു പ്രശ്നമല്ല അല്ലേ? നമുക്ക് പറ്റിയൊരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്, നമുക്ക് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയാലോ? ഞാൻ വെറുതെ പറഞ്ഞതാണ്. എനിക്ക് അങ്ങനത്തെ ഒരാഗ്രഹവും. എനിക്കിവിടെ വരണം, ചന്തയൊക്കെ ഒന്ന് കാണണം, ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കണം. പിന്നെ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുമ്പോൾ കുറച്ച് ഗോമൂത്രവും ചാണകത്തിൻ്റെയൊക്കെ മണം നിങ്ങളൊന്ന് മനസ്സിലാലോചിച്ചാൽ മതി കേട്ടോ. ആ എഫക്റ്റ് കിട്ടും. നമ്മളിവിടെ ആരോടും വില പേശാനും പോകുന്നില്ല, ആരോടും സംസാരിക്കാനും പോകുന്നില്ല. അവരുടെ കച്ചവടത്തിനിടയിൽ നമ്മളൊരു ശല്യം ആവണ്ടല്ലോ. തൽക്കാലം ഈ വാണികുളം ചന്തയെക്കുറിച്ച് ഞാനൊരു പാട്ടങ്ങോട്ട് പാടിയാലോ? അതെങ്ങനെ ഉണ്ടാവും? അപ്പോൾ എന്നാ പിടിച്ചോ. വാണികുളം ചന്തയ്ക്ക് പോകുമ്പം ചന്ദനച്ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ, ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ, പെണ്ണിൻ്റെ കൊട്ടയില് മൊഞ്ചുള്ള പിടയ്ക്കണ മീനാണേ. നിങ്ങളാരും അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും എൻ്റെ പാട്ട് ആ പശുവിന് വളരെ ഇഷ്ടമായിട്ടുണ്ട്. അതാണ് ആ റെസ്പോൺസ്. ബൈ ദ വേ, ഈ പാട്ട് ചാലക്കുടി ചന്ത എന്നല്ലേ ഞാൻ നൈസായിട്ട് വാണികുളം ചന്ത എന്ന് മാറ്റിയത് എന്താണ് എന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഗഡ്ഡിയോളെ, നിങ്ങൾ തൃശ്ശൂക്കാർ പാടുമ്പോൾ അത് ചാലക്കുടി ചന്ത എന്നാണ്. എൻ്റെ ഉണ്ണിയെ ഈ പാലക്കാട്ടുകാർ പാടുമ്പോൾ അത് വാണികുളം ചന്ത എന്നാണ്. കലാഭവൻ ചേട്ടൻ്റെ ആത്മാവ് എന്നോട് ക്ഷമിക്കണേ, ഞാൻ ഈ വരികൾ മാറ്റിയതിനെ. എൻ്റെ പാട്ടിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും കമൻറ്റിലൊന്ന് പറഞ്ഞോളൂ കേട്ടോ. കന്നുകാലികളുമായിട്ടുള്ള ലോറികളൊക്കെ ഈ വഴിയാണ് ഉള്ളിലേക്ക് വരുന്നത്. ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്ന ഒരു ലോറിയാണ്. അതങ്ങനെ കയറ്റം കയറാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുകയാണ്. പഴയ പോലെയല്ല, കവേർഡ് ആയിട്ടുള്ള വെഹിക്കിൾസിലെ ഇപ്പോൾ പോത്തിനെയും മാടിനെയൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. മൃഗസംരക്ഷണ വകുപ്പ് എടുത്ത ആ ഒരു തീരുമാനത്തിൽ ഞാൻ എന്തായാലും ഹാപ്പിയാണ്. ഇവിടുന്ന് നമുക്കൊരു ടോപ്പ് വ്യൂ ഓഫ് ദ ചന്ത കിട്ടും അല്ലേ? എത്ര ലക്ഷം രൂപയുടെ കച്ചവടം നടക്കുന്ന സ്ഥലമാണ്. ലക്ഷം കോടിയുടെ അടുത്തുണ്ടാവും അല്ലേ? ആദ്യത്തെ പശു പശു കന്നാല് നിൽക്കണ്ടല്ലേ? ഞാൻ കുറച്ച് സമയം ഇവരുടെ കച്ചവടവും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടങ്ങ് നിന്നു. ഇപ്പോഴും ഇവിടെ റൊക്കം കാശിൻ്റെ പരിപാടിയുള്ളൂ, ഗൂഗിൾ പേ ഒന്നും അല്ല. അവരുടെ വിലപേശലും പിന്നെ ആ വിലപേശലിൻ്റെ ഭാഗമായിട്ടുള്ള ചില തർക്കങ്ങളും ഒക്കെ കാണാൻ നല്ല രസമാണ്. മമ്മൂക്കാൻ്റെ സിനിമയിലെ ഒരു ഡയലോഗ് പോലെ വിലപേശലൊക്കെ കഴിഞ്ഞിട്ട് തോർത്തുമുണ്ടിന് കീഴിൽ രണ്ട് കൂട്ടരും കൈ കൊടുത്ത് കച്ചവടം ഉറപ്പിക്കും. കോടിക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് ഒരു ദിവസം തന്നെ ഈ ഒരു ചന്തയിൽ വെച്ച് നടക്കുന്നത്. ഈ ചന്തയുടെ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനങ്ങളിൽ ചേര രാജാക്കന്മാരുടെ കാലം തൊട്ടേ ഉള്ളതാണ്. ആധികാരികമായി സംസാരിക്കാനുള്ള വിവരങ്ങൾ എനിക്ക് ലഭിക്കാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. കച്ചവടം എന്ന വാക്കുമായി ബന്ധപ്പെടുന്ന ഒരു പേരാണ് വാണിയൻ. കുളം, അതായത് ഒരു കുളം ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ വാണിയനും കുളവും ചേർന്ന വാണിയൻ കുളം. ഈ രണ്ട് വൃക്ഷങ്ങൾക്ക് കീഴിലായിരുന്നു ആദ്യം ചന്തയുണ്ടായിരുന്നത്. പിന്നീട് അത് വലുതായി ഈ പറമ്പ് മൊത്തം ചന്തയിലെത്തുന്ന കന്നുകാലികളെ നിർത്താൻ തികയാതായി. പാലക്കാട് ജില്ലയിലെ വലിയ ടൗണുകളായിട്ടുള്ള പാലക്കാട് നിന്നും 42 കിലോമീറ്ററും പട്ടാമ്പിയിൽ നിന്നും 21 കിലോമീറ്ററുമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. ഒറ്റപ്പാലത്ത് നിന്ന് 7 കിലോമീറ്ററും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 12 കിലോമീറ്ററും ഉണ്ട് ഇങ്ങോട്ടേക്ക്. ഇവിടേക്ക് വരാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ വ്യാഴാഴ്ച തന്നെ വരാൻ ശ്രമിക്കുക. ബാക്കിയുള്ള ദിവസം വന്നു കഴിഞ്ഞാൽ ഒരു ഒഴിഞ്ഞ പറമ്പ് കണ്ടിട്ട് പോകേണ്ടി വരും. ചന്ത നടക്കുന്ന പറമ്പിന് മേലെയായിട്ട് ഓടിട്ടൊരു കെട്ടിടം നമുക്ക് കാണാൻ സാധിക്കും. ആ കെട്ടിടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ പുറകിൽ നിൽക്കുന്ന ഈ ഒരു കട എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസം, അതായത് ചന്ത കൂടുന്ന വ്യാഴാഴ്ചകളിൽ മാത്രം തുറക്കുന്ന ഒരു ചായക്കടയാണ്. നിങ്ങൾ ഈ കാണുന്നത് പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലൊന്നായ PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. ചന്തയിൽ നിന്നും കുറച്ച് ദൂരം മാത്രമേ ഈ ഹോസ്പിറ്റലിലേക്കുള്ളൂ. 1 കിലോമീറ്റർ ദൂരത്തിൽ തന്നെ പാലക്കാട് ജില്ലയിലെ വൺ ഓഫ് ദ ഫേമസ് പ്രൈവറ്റ് സ്കൂളായിട്ടുള്ള TRK HSS ഉണ്ട്. ഞാൻ എന്തായാലും ഇവിടെ മുകളിൽ നിന്ന് ഈ ടോപ്പ് വ്യൂ ഒന്ന് എൻജോയ് ചെയ്യട്ടെ. എന്താ ഒരു ഫ്രെയിം അല്ലേ!
ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇത്രയധികം കന്നുകാലികളെ അറ്റ് എ ടൈം കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പണ്ട് കാലത്ത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് കാളവണ്ടികൾ ഉപയോഗിച്ചിരുന്നു. ഇപ്പോഴും തമിഴ്നാട്ടിൽ എസ്പെഷ്യലി കോയമ്പത്തൂരൊക്കെ പോകുമ്പോൾ കാളവണ്ടികൾ കാണാം. ഇത്രയും കാളകൾ അവിടെ നിൽക്കുമ്പോൾ ഒരു കാള മാത്രം ഇരിക്കുന്നത് കണ്ടോ, അവൻ്റെ ഒരു രാജകീയത. ഈ കാളകളുടെ കൊമ്പൊക്കെ എന്താ പല കളറിൽ പെയിൻറ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അവിടെ നിന്ന് ഒരു ലോറി കുറേ സമയമായിട്ട് പോകാൻ വേണ്ടി ധൃതിപ്പെട്ട് ഹോണടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ലോറി പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കും പോകാം. അങ്ങനെ കുറേ കാലമായിട്ട് വിചാരിച്ചിരുന്നൊരു സംഭവം, വാണിയംകുളം ചന്ത, നമ്മുടെ വീട്ടിൽ നിന്നൊരു 6-7 കിലോമീറ്റർ അപ്പുറത്തുള്ള ചന്ത ഒന്ന് കണ്ടു. അല്ല, എത്ര കന്നുകാലികൾ, ഒരുപാട്. അത് ആന്ധ്രയിൽ നിന്നൊക്കെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആന്ധ്ര, കർണാടക, തമിഴ്നാട് ഓഫ് കോഴ്സ് ഉണ്ട്. അപ്പോൾ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു അത്. സോ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഉടനെ തന്നെ കാണാം.